വന്ദേ ഭാരത് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൊച്ചി ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നു. നമ്മളതിന്റെ തത്സമയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണുകയാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോൾ ബംഗളൂരുവിലേക്ക് പോകുന്ന പുതിയ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 8 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്താൻ കഴിയും എന്നതാണ് ഈ വന്ദേ ഭാരത് സർവീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് മണിക്കൂറിലൊരു 70 കിലോമീറ്റർ വേഗതയിൽ ആ ട്രെയിൻ സഞ്ചരിക്കുമെന്നാണ്. ഇപ്പോൾ രാജ്യത്തെ വിവിധ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പെടും. ഈ കൊച്ചി വന്ദേ ഭാരതും ഒക്കെ പെടും. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വന്ദേ ഭാരതുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും കൊച്ചിയിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ഒരു മേഖല കൂടിയാണ് കേരളത്തിൽ നിന്ന് ബംഗളൂരു എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് ഒരു പുതിയ ട്രെയിൻ വന്നു എന്നത് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും യാത്രാ ദുരിതം അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ട്രെയിനും കൊണ്ടൊന്നും അതിന് പരിഹാരമാകില്ല. എങ്കിൽ പോലും കിട്ടിയത് ആശ്വാസം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് ആണ് നിർവഹിച്ചിരിക്കുന്നത്. അവിടെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവരൊക്കെ അതിൽ പങ്കുചേരുന്നുണ്ട്. ഏതായാലും 8 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്താൻ കഴിയും. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് എത്താൻ കഴിയുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ഒപ്പിച്ചിരിക്കുകയാണ്. അമൽനാഥ്, നോർത്തിൽ നിന്നാണോ ഈ ഫ്ലാഗ് ഓഫ് നടക്കുന്നത്? ബംഗളൂരുവിലേക്ക് 8 മണിക്കൂർ കൊണ്ട് എത്തും അല്ലേ? അമൽ, കേൾക്കാമോ? ഏതായാലും ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രധാനമന്ത്രി വാരണാസിയിൽ വെച്ച് കേന്ദ്രീകൃതമായി എല്ലാ ട്രെയിനുകളുടെയും ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിൽ മന്ത്രി പി രാജീവ് അടക്കമുള്ളവരെല്ലാം ഉണ്ട്. ഇവിടെ വന്ദേ ഭാരത് കൊച്ചിയിൽ നിന്ന് 8 മണിക്കൂർ കൊണ്ട് ബംഗളൂരുവിലേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 70 കിലോമീറ്ററുള്ള വേഗത്തിൽ അപ്പോൾ ആ ട്രെയിൻ സഞ്ചരിക്കും. ഒരു കാര്യം ഓർക്കുക, ലോകം മുഴുവൻ 200-300 കിലോമീറ്റർ വേഗതയിലുള്ള ട്രെയിനുകൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും 70 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ കിട്ടിയത് ഏറ്റവും വലിയ ആശ്വാസം. ഏതായാലും കേരളത്തിലൂടെ ഓടുന്ന 3ാമത്തെ വന്ദേ ഭാരത് സർവീസാണ് നമുക്കറിയാം. തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ, തിരുവനന്തപുരം കാസർഗോഡും തിരുവനന്തപുരം മംഗളൂരു റൂട്ടിലും 2 വന്ദേ ഭാരത് നിലവിൽ നമുക്കുണ്ട്. ഇപ്പോൾ 3ാമതൊരു സർവീസ് കൂടി കേരളത്തിന് ലഭിച്ചിരിക്കുന്നു. അമൽ, വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് നടന്നു അല്ലേ? തീർച്ചയായും വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞു. 8 മണിക്കായിരുന്നു ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങ് തീരുമാനിച്ചത്. അല്പം വൈകിയാണ് ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടന്നത്. ഇവിടെ ഗവർണർ അടക്കമുള്ളവർ ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങിൻ്റെ ഭാഗമായി, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നും പി രാജീവ്, ഒപ്പം തന്നെ അബ്ദുറഹ്മാൻ പോലുള്ള മന്ത്രിമാരടക്കം ഈ ഫ്ലാഗ് ഓഫിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വലിയ ഒരു ജനത്തിരക്കും കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. രാവിലെ 5:30 കൂടിയാണ് ഈ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടേക്ക്, അതായത് ട്രാക്ക് നമ്പർ 1ലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ വന്ദേ ഭാരത് അലങ്കരിച്ച് മനോഹരമാക്കി ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചടങ്ങും പൂർത്തിയായിരിക്കുകയാണ്. പുതിയ 4 സർവീസിൽ 1 കേരളത്തിന് ലഭിച്ചു എന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. രാവിലെ ബാംഗ്ലൂരിൽ നിന്നുമാണ് ഈ സർവീസ് ആരംഭിക്കുക. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2:20 കൂടി കേരളത്തിലേക്ക് എത്തും, അതായത് കൊച്ചിയിലേക്ക് എത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് വീണ്ടും ഇവിടെ നിന്ന്, കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഇതിൻ്റെ സർവീസ് ആരംഭിക്കും. രാത്രി ഏകദേശം ഒരു 11 മണിയോടുകൂടിയാകും ബാംഗ്ലൂരുവിൽ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിച്ചേരുക. 11 സ്റ്റോപ്പുകളാണ് ഉണ്ടാവുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പൊതുവേ ഒരു സർവീസ് കൊച്ചിയിൽ നിന്നും ഈ ബാംഗ്ലൂരിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 11 മണിക്കൂറാണ് അതിൻ്റെ സമയമെടുക്കുന്നത്. നിലവിൽ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് 8 മണിക്കൂറും 40 മിനിറ്റും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേരും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. മനു, എന്നാണ് ഒഫീഷ്യൽ സർവീസ് ആരംഭിക്കുക? അത് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? മനു, 11-ാം തീയതിയോടുകൂടിയാണ് കന്നി യാത്രയാണ് നടന്നത്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് ഈ യാത്ര ആരംഭിക്കുമ്പോൾ സാധാരണ ഒരു സർവീസ് എടുക്കുന്ന സമയം ഏകദേശം ഒരു 11 മണിക്കൂറാണ്. ഒരു 2 മണിക്കൂർ മുന്നേ, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മുന്നേ ഈ സർവീസ് അവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അതായത് 8 മണിക്കൂറും 40 മിനിറ്റും എടുത്താണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ 11 സ്റ്റോപ്പുകളാണ് ഉള്ളത്. ഈ 11 സ്റ്റോപ്പുകളും പൂർത്തീകരിച്ച്, അതായത് രാവിലെ ഏകദേശം ഒരു 5
12:20 ഈ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ബാംഗ്ലൂരിൽ നിന്നും സർവീസ് ആരംഭിക്കുക. ഉച്ചയ്ക്ക് ഒരു 2:10 കൊച്ചിയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ 11 സ്റ്റോപ്പുകൾ കടന്ന് അതിനുശേഷം ഇവിടുന്ന് ഉച്ചയ്ക്ക് വീണ്ടും ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തും. ഒരു 11:20 അതായത് രാത്രി 11:20 ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേരുക. നമുക്ക് ആ സ്റ്റോപ്പുകൾ കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇവിടെ സർവീസ് നടത്തുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് 5:10 ആരംഭിക്കുന്നു. അതിനുശേഷം KR പുരം, സേലം, ഈറോഡ്, തിരുപ്പൂർ അത്തരത്തിൽ ഈ സ്റ്റേഷനുകളൊക്കെ പൂർത്തിയാക്കിയാണ് കൊച്ചിയിലേക്ക് എത്തുക. അതിനുശേഷം കൊച്ചിയിൽ നിന്നും 2:20 അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും 2:20 ഈ സർവീസ് ആരംഭിക്കുന്നത്. തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, KR പുരം. അതിനുശേഷം 11 മണിയോടുകൂടി അതായത് രാത്രി 11 മണിയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ വന്ദേ ഭാരത് സർവീസ് എത്തിച്ചേരുന്നത്. അത്തരത്തിൽ 4 പുതിയ സർവീസുകൾ ഒന്ന് കേരളത്തിന് ലഭിച്ചു എന്നത് വലിയ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. അതിൻ്റെ കന്നി യാത്രയാണ് നിലവിലിപ്പോൾ ആരംഭിച്ചത്. ഇതിൻ്റെ റെഗുലർ സർവീസ് 11-ാം തീയതിയോടുകൂടി ആരംഭിക്കുകയും ചെയ്യും. മനോ, ശരി, ഓക്കെ, താങ്ക് യു അമൽ. താങ്ക് യു. അമലാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. വന്ദേ ഭാരത് 11-ാം തീയതി മുതൽ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് ആരംഭിക്കും.